അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെല്ലാവരും ഭയപ്പെടുന്നതാണ് മരണം എന്നുള്ളത്. ആ മരണത്തിൻ്റെ സമയത്ത് കലിമത്തു ഷഹാദ എന്നെക്കൊണ്ട് ചൊല്ലാൻ കഴിയുമോ? എൻ്റെ നാവിനിക്ക് അങ്ങനൊരു ശക്തി ഉണ്ടാകുമോ? ചിലപ്പോൾ ചില മനുഷ്യന്മാർക്ക് ആ സമയത്ത് കലിമത്തു ഷഹാദ ചൊല്ലാനുള്ള തൗഫീക്ക് കിട്ടാനില്ല. ആ കൂട്ടത്തിൽ എന്നെ റബ്ബ് പെടുത്തുമോ എന്നുള്ള ഭയം പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്നതാണ്. ആർക്കാണ് കലിമത്തു ഷഹാദ മരണപ്പെടുന്ന സമയത്ത് ചെല്ലാനും തൗഫീക്ക് കിട്ടുക? അതേ സമയത്ത് ആർക്കാണ് അങ്ങനെ ഒരു തൗഫീക്ക് തടയപ്പെടുക എന്നതിനെക്കുറിച്ച് ഇമാം ജൗസി റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കാണാം. വമൻ ഹഫിള ലിസാനഹു ലിഅജലില്ലാഹി തആല ഫിദ്ദുനിയ അത്ലഖല്ലാഹു ലിസാനഹു ബിശ്ശഹാദത്തി ഇൻദൽ മൗത്ത്. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു വാക്കാണ്. ദുന്യവിയായ ജീവിതത്തിൽ, അതായത് മരണപ്പെടുന്നതിന് മുമ്പുള്ള ജീവിതം, ആ സമയത്ത് അവൻ്റെ നാവിനെ അവൻ സൂക്ഷിക്കുകയാണെങ്കിൽ, എന്തിനു വേണ്ടിയാണ്? അജലില്ലാഹി തആല, അല്ലാഹുവിന് വേണ്ടി. ഈ നാക്കുകൊണ്ട് അവൻ കളവ് പറഞ്ഞിട്ടില്ല. ഈ നാക്കുകൊണ്ട് ആരെയും ഗീബത്ത് പറഞ്ഞിട്ടില്ല. ഈ നാക്കുകൊണ്ട് ആരെയും ഏശലി പറഞ്ഞിട്ടില്ല, നമീമത്ത് പറഞ്ഞിട്ടില്ല, നിസാരപ്പെടുത്തിയിട്ടില്ല. ഇതൊക്കെയും എന്തിനു വേണ്ടി? റബ്ബിന് വേണ്ടി. ഈ നാക്ക് തന്നത് റബ്ബിന് ശുക്റ് പറയാനും ഖുർആൻ ഓതാനും ദിക്റ് ചൊല്ലാനും നല്ലത് ഉപദേശിക്കാനാണ്. അതിന് മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ അത്ലഖല്ലാഹു ലിസാനഹു, അവന്റെ നാവിനെ കൊണ്ട് അള്ളാഹു പറയിപ്പിക്കും. മരണത്തിന്റെ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, കലിമത്തു ഷഹാദ അവനെ കൊണ്ട് ചൊല്ലാനുള്ള തൗഫീക്ക് കിട്ടുമെന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്, ഈ തൗഫീക്ക് കിട്ടാനുള്ള അർഹത നമ്മുടെ ജീവിതത്തിലുണ്ടോ, നമ്മുടെ നാക്കിനുണ്ടോ, അങ്ങനെ ജീവിതം നമുക്കുണ്ടോ എന്ന് നാം നമ്മളോട് ചോദിക്കേണ്ടിയിരിക്കുന്ന ഒരു ചോദ്യമാണ്. വീണ്ടും ബഹുമാനപ്പെട്ടവർ പറയുന്നു, സറഹ ലിസാനഹു ഫി അഅറാദിൽ മുസ്ലിമീൻ വത്തബഅ ഔറാത്തിഹിം. ഒരാളുടെ ജീവിതത്തിൽ അവന്റെ നാക്കുകൊണ്ട് അവന് ഏറെ സന്തോഷം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഇങ്ങനെ പരിഹസിക്കുക, മുഅ്മിനീങ്ങളെ ഗീബത്ത് പറയുക, അല്ലെങ്കിൽ മറ്റുള്ള ജനങ്ങളെ ഗീബത്ത് പറയുക. ആരെ ജീവിതത്തിൽ എന്ത് കുറവുണ്ടോ അതിനെ നോക്കി കണ്ടുപിടിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അതേ അവന്റെ നാക്ക് മുഴുവനായും അവൻ ചെലവ് ചെയ്തിട്ടുള്ളത്, അവന് ഏറെ സന്തോഷമുള്ളത് മറ്റുള്ളവരെ പരിഹസിക്കാനും ഗീബത്ത് പറയാനും നമീമത്ത് പറയാനാണ് ഒരാളുടെ ജീവിതമെങ്കിൽ, അതാണ് അവന്റെ പതിവാണെങ്കിൽ, അവന്റെ നാക്കുകൊണ്ട് അവൻ ചെയ്യുന്ന ജോലി അങ്ങനെയാണ് ഒരാളുടെ ജീവിത ശൈലിയെങ്കിൽ, ബഹുമാനപ്പെട്ടവർ പറയുന്നു, അംസഖല്ലാഹു ലിസാനഹു അനി ഷഹാദത്ത് ഇൻദൽ മൗത്ത്. അത്തരക്കാർക്ക് മരണത്തിന്റെ സമയത്ത് കലിമത്തു ഷഹാദ ചൊല്ലാനുള്ള തൗഫീക്ക് ഉണ്ടാവുകയില്ല. വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ആ മരണപ്പെടുന്ന സമയത്ത് കലിമത്തു ഷഹാദ ചൊല്ലാനുള്ള തൗഫീക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, അതിനു മുമ്പ് നാം എത്ര ഇബാദത്ത് ചെയ്തിട്ടുണ്ടെങ്കിലും, എത്ര നിസ്കാരങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിലും, എത്ര ഖുർആൻ ഖത്മുകൾ നാം തീർത്തിട്ടുണ്ടെങ്കിലും, മരണത്തിന്റെ സമയത്ത് ഇങ്ങനെയൊരു അദാബ് നമ്മളെ നാക്ക് അണങ്ങിയിട്ടില്ലെങ്കിൽ, കലിമത്തു ഷഹാദക്കുള്ള തൗഫീക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്തൊരു ദുഃഖകരമായ ഒരു അവസ്ഥയായിരിക്കും. വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ആർക്കാണ് കലിമത്തു ഷഹാദ ചൊല്ലാനുള്ള തൗഫീക്ക് കിട്ടുക എന്ന് ബഹുമാനപ്പെട്ടവരെ മനസ്സിലാക്കി തന്നു. അതിൻ്റെ പിന്നാലെ കൂടുക, അങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതം. അതേസമയത്ത് ആർക്കാണ് തൗഫീക്ക് കിട്ടാതിരിക്കുക, അത്തരത്തിലുള്ള ആ പ്രവൃത്തിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ നാം വളരെ ഗൗരവത്തോടു കൂടെ ശ്രമിക്കുന്നവരാകണം, അധ്വാനിക്കുന്നവരാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകുമാറാവട്ടെ. മരണസമയത്ത് നല്ല ഈമാനോടുകൂടെ, നല്ല ഇഖ്ലാസോടുകൂടെ, സന്തോഷത്തോടുകൂടെ, നല്ല റാഹത്തോടുകൂടെ, ഒരു കുറവുമില്ലാതെ കലിമത്തു ഷഹാദ നല്ല ഉച്ചത്തിലായി പറഞ്ഞ് മരിക്കാനുള്ള തൗഫീക്ക് റബ്ബ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.